ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റിൻ്റെ 3ാം സെമസ്റ്റർ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റിൻ്റെ 7th ചാപ്റ്ററായ അക്കൗണ്ടിംഗ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് കമ്പനീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളൊരു പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടെക്സ്റ്റ് ബുക്കിലുള്ള ഇല്ലുസ്ട്രേഷൻ 3 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ദ ലൈഫ് ഇൻഷുറൻസ് ഫണ്ട് ഓഫ് എ ഇൻഷുറൻസ് കമ്പനി ഓൺ 31st March 2026 was 60 lakhs ബിഫോർ പ്രൊവൈഡിംഗ് ഫോർ ഡിവിഡൻഡ് 20,000 for the year 2024-25. While ascertaining the above fund figure, the following item were omitted. അപ്പോൾ താഴെ പറയുന്നത് എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് 63,000 ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഓഫ് ടാക്സ് അറ്റ് സോഴ്സ് 10%. ബോണസ് യൂട്ടിലൈസ്ഡ് ഫോർ റിഡക്ഷൻ ഓഫ് പ്രീമിയം 14,000. ഡെത്ത് ക്ലെയിം ഇൻറ്റിമേറ്റഡ് ബട്ട് നോട്ട് യെറ്റ് അഡ്മിറ്റഡ് 36,000. Death claim covered under reinsurance 12,000. Consideration for annuity granted 9,000. Interim bonus for violation period paid was 80,000. Net liability as per the violation of balance sheet was 50 lakhs. It is now proposed to carry for 2,70,000. Bonus of 12 per share per 1,000 and give the policy holders an option to get the bonus in cash ₹5 per 1,000. Total bonus in the company 15 crores. 40% of the policy holder decide to get the bonus in cash. അപ്പോൾ നമ്മളോട് എന്തൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ജേണൽ എൻട്രീസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ ആദ്യം പറഞ്ഞിട്ടുള്ളത് വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കാനാണ്. അപ്പോൾ വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ പെർഫോം എങ്ങനെയാണ്? നെറ്റ് ലൈബിലിറ്റി ആക്ച്വറിയൽ വാല്യുവേഷൻ പ്രകാരമുള്ള നെറ്റ് ലൈബിലിറ്റിയും നമ്മുടെ ലൈഫ് ഇൻഷുറൻസ് ഫണ്ട് എഴുതിയിട്ട് നമുക്ക് സർപ്ലസ് ആണോ ഡെഫിഷ്യൻസി ആണോ എന്ന് കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് ലൈഫ് ഇൻഷുറൻസ് ഫണ്ട് തന്നിട്ടില്ല, അത് തരാനുള്ള കണ്ടുപിടിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ലൈഫ് ഇൻഷുറൻസ് ഫണ്ട് കണ്ടുപിടിക്കണം. ലൈഫ് ഇൻഷുറൻസ് ഫണ്ട് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? നമുക്ക് തന്നിട്ടുള്ള ഓപ്പണിംഗ് ലൈഫ് ഫണ്ടിൻ്റെ ഒപ്പം കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യും, കുറച്ച് കാര്യങ്ങൾ ലെസ് ചെയ്യും അല്ലേ? അപ്പോഴാണ് നമുക്ക് ലൈഫ് ഫണ്ട് കിട്ടുക. ഈ ലൈഫ് ഫണ്ട് വാല്യുവേഷൻ ബാലൻസ് ഷീറ്റിലേക്ക് എഴുതിയിട്ട് വേണം നമുക്ക് സർപ്ലസ് കണ്ടുപിടിക്കാനായിട്ട്. ഫണ്ടിൻ്റെ ബാലൻസ് 60 ലക്ഷം തന്നിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ഈ പറയുന്ന ഐറ്റംസ് ആഡും ലെസ്സും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വാല്യുവേഷൻ ബാലൻസ് ഷീറ്റിലേക്ക് എഴുതാനുള്ള ലൈഫ് ഫണ്ട് കിട്ടും. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ ഇൻകാണ് ആഡ് ചെയ്യും. ബോണസ് യൂട്ടിലൈസേഷൻ ഫോർ റിഡക്ഷൻ ഓഫ് പ്രീമിയം ആഡും ലെസ്സും ചെയ്യണം. ഡെത്ത് ക്ലെയിം ഇൻറ്റിമേറ്റഡ് ബട്ട് നോട്ട് യെറ്റ് അഡ്മിറ്റഡ് എക്സ്പെൻസ് ആണ്, ലെസ് ചെയ്യണം. ഡെത്ത് ക്ലെയിം കവേർഡ് അണ്ടർ റീഇൻഷുറൻസ് ലെസ് ചെയ്യണം. കൺസിഡറേഷൻ ഫോർ ആനുറ്റി ഗ്രാൻറ്റഡ് അത് ആഡ് ചെയ്യണം. അപ്പോൾ ഇത് ആഡും ലെസ്സും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? വാല്യുവേഷൻ ബാലൻസ് ഷീറ്റിലേക്ക് എഴുതാനുള്ള ലൈഫ് ഫണ്ട് കിട്ടും. ഇതാണ് നമ്മുടെ അഡ്ജസ്റ്റഡ് ലൈഫ് ഇൻഷുറൻസ് ഫണ്ടിൻ്റെ കാൽക്കുലേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ആഡ് ചെയ്തിട്ടുണ്ട്, ലെസ് ചെയ്യേണ്ടത് ലെസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ ഒരു വ്യത്യാസമുള്ളത് ഈ ഒരു ഭാഗത്താണ്. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഗ്രോസ് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ടാക്സ് TDS കുറച്ചിട്ട് ഔട്ടർ ക്വാളിറ്റിക്ക് എമൗണ്ട് എഴുതിയിട്ടുണ്ട്. നമുക്ക് ഈ എമൗണ്ടാണ് തന്നിട്ടുണ്ടായിരുന്നത്, ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ 63,000 എന്ന് പറയുന്നത് TDS കുറച്ചിട്ടുള്ള എമൗണ്ടാണ്. 63,000 എന്ന് പറഞ്ഞത് TDS കുറച്ചിട്ടുള്ള എമൗണ്ടാണ് അല്ലേ? TDS എത്രയാണ്? ഫുൾ എത്രയാണ്? 100%. കുറച്ച് എത്രയാണ്? 10%. അപ്പോൾ അതായത് 90. 63,000 എന്ന് പറഞ്ഞത് 90% ആണ്. അങ്ങനെയാണെങ്കിൽ 100% എത്ര? അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ എമൗണ്ട് കിട്ടും കേട്ടോ. ഇനി നമുക്ക് വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. അത് നമ്മൾ ലൈഫ് ഇൻഷുറൻസ് ഫണ്ടിൻ്റെ ബാലൻസ് ഷീറ്റ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് എഴുതണം. പിന്നെ നെറ്റ് ലൈബിലിറ്റി എഴുതണം, സർപ്ലസ് ആണോ ഡെഫിഷ്യൻസി ആണോ എന്ന് കണ്ടുപിടിക്കണം അല്ലേ? ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് കിട്ടിയിട്ടുണ്ട്? ലൈഫ് ഇൻഷുറൻസ് ഫണ്ടിൻ്റെ ബാലൻസ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, എഴുതി. നെറ്റ് ലൈബിലിറ്റി തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് സർപ്ലസ് കിട്ടി. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് സർപ്ലസ് കിട്ടി. അടുത്തത് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതാണ് അതിൻ്റെ പ്രൊഫോമ. നമ്മൾ അതിന് എന്ത് ചെയ്യുന്നു? നമുക്കിപ്പോൾ കിട്ടിയ സർപ്ലസ് എഴുതുന്നു. ആക്ച്വൽ വാല്യുവേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ലെസ് ചെയ്യുന്നു. ഡിവിഡൻഡ് പേയബിൾ ടു ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യുന്നു. ഇൻറ്റീരിയം ബോണസ് നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് സർപ്ലസ് കിട്ടും അല്ലേ? അതിൻ്റെ 95% ആണ് ആർക്കുള്ളത്? പോളിസി ഹോൾഡേഴ്സിന്. ഇനി ഓൾറെഡി നമ്മൾ ഇൻറ്റീരിയം ബോണസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ എമൗണ്ട് നമുക്ക് മൈനസ് ചെയ്യണം അല്ലേ? അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലത്തിൽ എങ്ങനെയാണെന്ന് നോക്കാം. ക്വസ്റ്റ്യനിൽ നമ്മൾ സർപ്ലസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ ആദ്യം സർപ്ലസ് എഴുതണം. അതിനുശേഷം എന്ത് ചെയ്യണം? ഇൻറ്റീരിയം ബോണസ് ഉണ്ടല്ലോ 80,000, അത് ആഡ് ചെയ്യാനുള്ളതാണ്. ലെസ് ഡിവിഡൻറ്റിന് 80,000 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? സർപ്ലസ് 10,48,000 എഴുതി, ഇൻറ്റീരിയം ബോണസ് 80,000 എഴുതി, ഡിവിഡൻറ്റ് 20,000 എഴുതിയിട്ട് എമൗണ്ട് കണ്ടുപിടിച്ചു. സാധാരണ ഇതാണ് നമ്മുടെ പ്രോഫിറ്റായിട്ട് വരാറുള്ളത്. ഈ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്.
ഇറ്റ് ഈസ് നൗ പ്രൊപ്പോസ് ടു ക്യാരി ഫോർ 2,70,000. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യാനുള്ള ഐറ്റമാണ് കേട്ടോ. ക്യാരി ഫോർവേഡ് എന്ന് പറഞ്ഞിട്ട് ഈ 2,70,000 രൂപയും കൂടി നമ്മൾ മൈനസ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനുള്ള ടോട്ടൽ പ്രോഫിറ്റ് കിട്ടുക. ഈ ടോട്ടൽ പ്രോഫിറ്റിൽ നിന്ന് പോളിസി ഹോൾഡേഴ്സിന് എത്രയുള്ളൂ? 95% ഉള്ളൂ അല്ലേ? അപ്പോൾ 8,38,000 95% ആണ് പോളിസി ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ളത്. ആ എമൗണ്ട് നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷെ എന്തുണ്ട്? ഓൾറെഡി നമ്മൾ ഇൻ്ററിയം ബോണസ് ആയിട്ട് 80,000 രൂപ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ എമൗണ്ട് നമ്മൾ ലെസ് ചെയ്യണം. ലെസ് ചെയ്യുമ്പോൾ പോളിസി ഹോൾഡേഴ്സിന് ഇപ്പോൾ കൊടുക്കാനുള്ള എമൗണ്ട് കിട്ടും. ഇനി നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ളതോ? ഇവിടെ 95% അല്ലേ കണ്ടുപിടിച്ചേ? ബാക്കിയുള്ള 5% ആർക്കാണ്? ഷെയർ ഹോൾഡേഴ്സിനുള്ളതാണല്ലേ. ആ 5% കൂടി നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. ദ കമ്പനി ഡിക്ലെയർ എ റിവിഷണറി ബോണസ് 12 per share per 1,000 ആൻഡ് ഗവ് ദി പോളിസി ഹോൾഡേഴ്സ് an option to get the bonus in cash 5 per 1,000. ടോട്ടൽ ബിസിനസ് 15 crores ആണ്. 40% പോളിസി ഹോൾഡേഴ്സ് ഡിസൈഡ് ടു ഗെറ്റ് ബോണസ് ഇൻ ക്യാഷ്. അവരെന്ത് തീരുമാനിച്ചിട്ടുണ്ട്? ക്യാഷായിട്ട് കൊടുക്കാം, ബോണസ് കൊടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെയാണ് കമ്പനി റിവിഷണറി ബോണസ് പ്രഖ്യാപിച്ചിട്ടുള്ളത്, ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 40% പോളിസി ഹോൾഡേഴ്സ് പറഞ്ഞു ഞങ്ങൾക്ക് ക്യാഷായിട്ട് മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. ഈ 40% ബോണസ് എത്ര ക്യാഷായിട്ട് കൊടുത്തുള്ള ഫിഗർ കണ്ടുപിടിക്കണം. ബാക്കിയുള്ളവരുടെ ഫിഗർ നമുക്ക് കണ്ടുപിടിക്കണം. ബോണസായിട്ട് എത്ര ക്യാഷ് കൊടുത്തു എന്ന് നോക്കാം. 15 കോടി ഉണ്ടായിരുന്നു ടോട്ടൽ. 40% ആൾക്കാർ എന്ത് പറഞ്ഞു? നിങ്ങൾക്ക് ക്യാഷായിട്ട് ബോണസ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ 1000 രൂപയ്ക്ക് 5 രൂപ വെച്ചിട്ടാണ് ബോണസ് കൊടുത്തിരുന്നത്. അപ്പോൾ നമുക്ക് 3 ലക്ഷം രൂപയാണ് നമ്മൾ ബോണസ് ക്യാഷായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി എത്ര നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു നോക്കാം. 15 കോടി ഉണ്ട്. 60% ആളുകളാണ് ക്യാഷായിട്ട് വാങ്ങാതിരുന്നത്. അപ്പോൾ 60% എത്ര രൂപ അവർക്ക് കിട്ടുന്നുണ്ട്? അവർക്ക് 12 രൂപ കിട്ടുന്നുണ്ട്. ബോണസായിട്ട് ക്യാഷായിട്ട് വാങ്ങുന്നവർക്ക് 5 രൂപയും വാങ്ങാത്തവർക്ക് 12 രൂപയും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ എമൗണ്ടാണ് നമുക്ക് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരാം. ഇനി നമ്മളോട് ജേണൽ എൻട്രി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. റിവിഷണറി ബോണസിൻ്റെ ജേണൽ എൻട്രിയാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ 2 എൻട്രിയും കൂടി നമുക്ക് ഇതിൽ എഴുതി വയ്ക്കണം. അപ്പോൾ നമ്മൾ ബോണസായിട്ട് കൊടുത്തത് 3 ലക്ഷം രൂപയാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു ബോണസ് ഇൻ ക്യാഷ്. പിന്നെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് 10,80,000 രൂപയാണ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന് അത് നമ്മൾ എന്ത് ചെയ്തു? അത് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയും കൂടി എഴുതിയിട്ട് വേണം ഈ പ്രോബ്ലം അവസാനിപ്പിക്കാനായിട്ട്. അപ്പോൾ ഈ പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ.